ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷാമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ വളരെ രുചികരമായിട്ട് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു നിലക്കടല ഹൽവയുടെ റെസിപ്പിയാണ് കേട്ടോ. സൂപ്പർ ടേസ്റ്റ് ആയിട്ടാണ് കേട്ടോ നമുക്കിത് കിട്ടുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ്റെ ഓള് മറക്കാതെ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എന്നാൽ ശരി, ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് വേഗം ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെ ഈ ഹൽവ തയ്യാറാക്കി എടുക്കാനായിട്ട് ആദ്യം നമുക്ക് വേണ്ടത് ഇതുപോലെ 1 കപ്പ് അളവിൽ ഞാനിപ്പോൾ നിലക്കടല എടുത്തിട്ടുണ്ട്. കപ്പലണ്ടി, പച്ച കപ്പലണ്ടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. എന്നിട്ട് അത് വെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് കുതിർത്തെടുത്തിട്ടുണ്ട്. ഒരു 4-5 മണിക്കൂറെങ്കിലും നമ്മളൊന്ന് കുതിർക്കാനിടണം. അതായത് രാത്രിയിൽ നമ്മൾ വെള്ളത്തിലിടുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ ആകുമ്പോഴത്തേക്കും നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇത് കിട്ടിക്കോളും. പച്ച നിലക്കടലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് 2-3 വെള്ളത്തിലൊന്ന് കഴുകിയിട്ട് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് മാറ്റാം. ഈ ഒരു രീതിക്ക് നന്നായിട്ട് ഇതൊന്ന് കഴുകിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിനോടൊപ്പം നമുക്ക് വേണ്ടത് 1/2 കപ്പ് അളവിൽ പശുവിൻ പാലും കൂടിയാണ്. ഈ പശുവിൻ പാലിന് പകരം നമുക്ക് തേങ്ങാപ്പാൽ ഉണ്ടെങ്കിൽ തേങ്ങാപ്പാലും എടുക്കാവുന്നതാണ് കേട്ടോ. പാല് നമുക്ക് ഇതിലേക്ക് ചേർത്തിട്ട് നല്ല സ്മൂത്തായിട്ട് തന്നെ ഇതൊന്ന് അരച്ചെടുക്കാവുന്നതാണ്. ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് ഞാനിതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് നമുക്ക് ഒരു കടായി ഞാനൊന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഈ കടായിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ നമ്മൾ അരച്ച് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ഈ നിലക്കടലയുടെ ആ ഒരു പേസ്റ്റും കൂടി ചേർക്കാവുന്നതാണ്. നമ്മുടെ ഈ നിലക്കടലയുടെ മിക്സും ചേർത്തിട്ട് നല്ല രീതിക്ക് തന്നെ കൈയെടുക്കാതെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഫ്ലെയിം മീഡിയത്തിൽ വെച്ചിരുന്നാൽ മതിയാവും. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിലുള്ള ഇപ്പോൾ ഏകദേശം ആ ഒരു വെള്ളമൊക്കെ ഇല്ലേ, ആ വെള്ളം നന്നായിട്ടൊന്ന് വറ്റി കിട്ടണം കേട്ടോ. ആ ഒരു സമയം വരെ നമുക്ക് ഇളക്കി കൊടുക്കേണ്ടതായിട്ടുണ്ട്. അല്പസമയം റെസ്റ്റ് ചെയ്ത് നമ്മൾ ഇളക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അടിക്കുള്ളത് കളറ് മാറിപ്പോകും. അതിൻ്റെ പേരിൽ നമ്മളിങ്ങനെ കൈയെടുക്കാതെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. ഒരല്പസമയം കൈയെടുക്കാതെ ഒന്ന് ഇളക്കി കൊടുത്തപ്പോഴത്തേക്കും നമ്മുടെ ആ നിലക്കടലിൽ ഉണ്ടായിരുന്ന ഏകദേശം വെള്ളവും പാലൊക്കെ ഒന്ന് വറ്റി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇതുപോലെ കുറുകി തുടങ്ങുന്ന ഈ സ്റ്റേജിൽ നമുക്ക് പിന്നെ വേണ്ടത് ശർക്കരയാണ് നമ്മൾ ചേർക്കേണ്ടത്. അപ്പോൾ ഇതൊരു 150 ഗ്രാം അളവിൽ ശർക്കരയാണ് ഉള്ളത്. ഇതുപോലെ ഈ ഒരു അളവിൽ ശർക്കരയിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് ഒന്ന് അരിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ ഈ ശർക്കര സിറപ്പ്. ശർക്കര പാനിയും ചേർത്തിട്ട് എല്ലാം കൂടി വീണ്ടും നല്ല രീതിക്ക് തന്നെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇതൊരു മീഡിയം മധുരം മാത്രമേ ഉണ്ടാവുള്ളൂ. കുറച്ചും കൂടി കൂടുതൽ മധുരം വേണം എന്നുള്ളവർക്ക് ഒരു 75 ഗ്രാമോളം അളവിൽ ശർക്കര കൂടുതൽ ചേർക്കാവുന്നതാണ്. അതിലും കൂടുതൽ ചേർക്കണ്ട കേട്ടോ, കാരണം ഇത് വീണ്ടും ഒന്ന് വറ്റി കിട്ടേണ്ടതായിട്ടുണ്ട്. അപ്പോഴത്തേക്കും നല്ല പാകത്തിന് മധുരം ഉണ്ടാവും. ശർക്കര പാനിയും ചേർത്തിട്ട് നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് 1/2 കപ്പ് ചിരകിയ തേങ്ങയും കൂടിയാണ്. നല്ല ഫ്രഷ് ആയിട്ട് ചിരകിയ തേങ്ങ വേണം കേട്ടോ ചേർക്കാനായിട്ട്. വീണ്ടും ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടി. ഇനി നല്ല രീതിക്ക് തന്നെ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി കൈയെടുക്കാതെ തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. നമ്മുടെ ഈ കടായിൽ നിന്ന് ഇങ്ങനെ ബോൾ പോലെ ഇങ്ങനെ വിട്ട് വരും. ഇതിപ്പോൾ നല്ലതുപോലെ ഒട്ടിപ്പിടിക്കുന്ന ഒരു സ്റ്റേജാണ്. ഇത് മാറി നമ്മൾ ചേർത്ത് കൊടുത്താൽ ആ നെയ്യൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വരും കേട്ടോ. അത് ആ ഒരു സമയം വരെ നമ്മളൊന്ന് വഴറ്റി കൊടുക്കേണ്ടതായിട്ടുണ്ട്. എപ്പോഴും ഹൽവയ്ക്ക് നമുക്ക് ഒരു അല്പസമയം ഇങ്ങനെ കൈയെടുക്കാതെ ഇളക്കി കൊടുത്താൽ മാത്രമേ ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റിൽ കിട്ടുള്ളൂ. ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്തിരിക്കുന്നത് വെള്ള ശർക്കരയാണ്. അപ്പോൾ ശർക്കര ഇച്ചിരി കറുത്ത ശർക്കരയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹൽവയുടെ കളറും കുറച്ചും കൂടി ഡാർക്ക് ആവും കേട്ടോ. എല്ലാ സമയത്തും ഫ്ലെയിം മീഡിയത്തിൽ തന്നെ വെക്കാവുന്നതാണ്. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെക്കിയിട്ട് തീരെ ഫ്ലെയിം കുറച്ച് വെക്കേണ്ട ആവശ്യമില്ല. പ്രത്യേകിച്ച് ഹൽവയൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് സപ്പോർട്ടിന് ഒരാളും കൂടി ഉണ്ടെങ്കിൽ കൈ വേദനിക്കുമ്പോൾ നമുക്ക് ഇതൊന്ന് മാറ്റി ആളിനെ കൊടുത്ത് ഒന്ന് ഇതുപോലെ ഇളക്കിയെടുക്കാവുന്നതാണ്. ഇതുപോലെ മാറി മാറി നമുക്ക് ഇളക്കി കൊടുക്കാവുന്നതാണ് കേട്ടോ. നമ്മുടെ ഈ നിലക്കടലയുടെ മിക്സ് എല്ലാം നല്ല രീതിക്ക് തന്നെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. കംപ്ലീറ്റ് വെള്ളവും ഒന്ന് വറ്റി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ അതിൻ്റെ കളറൊക്കെ മാറി തുടങ്ങിയാണ് കേട്ടോ. അപ്പോൾ ഈ ചെറുതായിട്ട് ഇങ്ങനെ ഒരു നെയ്യൊക്കെ ഒന്ന് തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണുള്ള ഒരു നെയ്യും കൂടി ആവശ്യമായിട്ടുണ്ട്. നെയ്യും ചേർത്തിട്ട് വീണ്ടും നല്ല രീതിക്ക് തന്നെ ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മുടെ ഈ കടായിൽ ഇപ്പോൾ ഒട്ടിപ്പിടിക്കുന്നില്ല, ബോൾ പോലെ ഉരുണ്ട് തുടങ്ങിയിട്ടുണ്ട്. എന്നിരുന്നാലും ആ ഒരു കറക്റ്റ് പരുവം വരാനായിട്ട് ഒരു 5-6 മിനിറ്റ് കൂടി നമുക്ക് ഇളക്കേണ്ടതായിട്ടുണ്ട്. ഒരല്പ സമയം കൂടി ഒന്ന് വഴറ്റി കൊടുത്തപ്പോഴത്തേക്കും നമ്മുടെ ഹൽവ ഇതുപോലെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരുപാട് സമയത്ത് വഴറ്റാൻ വേണ്ടി നിൽക്കേണ്ട കേട്ടോ. കാരണം വെച്ചാൽ കൂടുതൽ സമയം നമ്മൾ വഴറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഉള്ള ഈ ഒരു കൺസിസ്റ്റൻസി മാറിയിട്ട് തീരെ തരിതിരിയായിട്ട് മാറിപ്പോകും. അങ്ങനെ വരരുത്. ഇതുപോലെ വേണം നമുക്കിത് കിട്ടാനായിട്ട്. നമ്മൾ ആ ചേർത്ത് കൊടുത്താൽ നെയ്യൊക്കെ ഇങ്ങനെ തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇത്രയും ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് 2 ടേബിൾ സ്പൂൺ അണ്ടിപ്പരിപ്പ് ഞാനിപ്പോൾ ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അണ്ടിപ്പരിപ്പ് ചേർക്കാവുന്നതാണ്. കൂടെ വേണ്ടത് 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി. ഇത് രണ്ടും കൂടി ചേർത്തിട്ട് വീണ്ടും നല്ല രീതിക്ക് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. വളരെ എളുപ്പത്തിൽ വളരെ രുചികരമായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു നിലക്കടല ഹൽവയാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് വേണമെന്നുണ്ടെങ്കിൽ ബർഫിയായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ബർഫിയായിട്ടും തയ്യാറാക്കി എടുക്കാം. ബർഫിയായിട്ട് തയ്യാറാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ സമയം നമ്മളിത് ഇളക്കി കൊടുക്കേണ്ടതായിട്ടുണ്ട്. എങ്കിൽ മാത്രമേ അത് ഹാർഡായി കിട്ടുള്ളൂ നമുക്ക്. അതല്ല നമുക്ക് ഹൽവയായിട്ടാണ് വേണ്ടതെങ്കിൽ ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ തന്നെ എടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ.
ഇപ്പോൾ നമ്മുടെ ഹൽവ സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടോട് കൂടിയിട്ടോ തണുത്തിട്ടോ എങ്ങനെ വേണമെങ്കിലും സെർവ് ചെയ്യാവുന്നതാണ്. വളരെ രുചികരമായിട്ടുള്ള ഈ കപ്പലണ്ടി ഹൽവ ഉറപ്പായിട്ട് നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിക്കുകയും വേണം കേട്ടോ. ഇത്ര എളുപ്പത്തിലും രുചികരമായിട്ടാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷാമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഷാർ വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.